اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ട് വളീഫ ഹൈലലൊക്കെ കഴിഞ്ഞ് റാഹത്തോടുകൂടെ നമ്മുടെ സാവിയിൽ നമ്മൾ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട്, ലോകത്തുള്ള ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് അതൊരു വിരഹത്തിൻ്റെ വേദനയാണ്. പല നിലക്കുള്ള വേദനകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അനുഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ലോകത്ത് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് അത് വിരഹത്തിൻ്റെ വേദനയാണ്. വിരഹവേദന വല്ലാതെ ഉള്ള ഒന്ന് നമ്മുടെ ആത്മാവാണ്. ആത്മാവ് ഏതൊന്നിനെ വേർപിരിഞ്ഞു പോന്നോ അതിലേക്ക് എത്തുന്നത് വരെ ആത്മാവിനിക്ക് ആ വിരഹവേദന ഉണ്ടാവും. നമ്മളൊക്കെ പല സമയങ്ങളിലായി നമ്മളൊക്കെ പറയലുണ്ട്, മനസ്സിന് സമാധാനമല്ല, എന്താണെന്നറിയില്ല, ഒരു ടെൻഷൻ നമ്മളെ പിടികൂടുന്നുണ്ട്. അല്ലെങ്കിൽ പല സമയത്തും നമ്മളുടെ അവസ്ഥകൾ ഇങ്ങനെ മാറി മാറി വരികയാണ്. സാമ്പത്തികമായി നമുക്ക് കുറവില്ല, പല നിലക്കും നമുക്ക് എല്ലാ നിലക്കുള്ള ഐശ്വര്യങ്ങളുണ്ട്, പക്ഷേ മനസ്സിന് ഒരു റാഹത്തില്ല, സമാധാനമില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ റൂഹ് എന്ന് പറയുന്ന ഈ ആത്മാവ്, ഇതിനക്ക് പ്രപഞ്ചനാഥനാകുന്ന അള്ളാഹുവിനെ പിരിഞ്ഞതിലുള്ള അസഹ്യമായ വേദന ഉണ്ട്. ആ വേദന നമ്മിൽ ആ ആത്മാവ് കുടികൊള്ളുന്നത് കൊണ്ട് നമ്മെ അത് ബാധിക്കും. പല നിലക്കും എന്തു ചെയ്യും, നമ്മളത് ബാധിക്കും. ആ ആത്മാവിൻ്റെ വിരഹവേദന മാറ്റുന്ന ഏറ്റവും വലിയ മരുന്നാണ്, ഏതൊരാളെയാണോ ആത്മാവ് കാണാതെ വിഷമിക്കുന്നത് ആ ആത്മനാഥൻ്റെ പേര്, ഇസ്മ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്ന ആളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരരികിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി നിങ്ങളോട് ഇന്ന ഒരു സാധനം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, ആരാ പറഞ്ഞത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബിയാണ്. അപ്പോഴും ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, ആരാണ്? അപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു, ഞാൻ പറഞ്ഞല്ലോ മുഹമ്മദ് നബിയാണെന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത്. ആ റസൂലുള്ളാഹിന്റെ പേരിങ്ങനെ കേൾക്കുക എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിന് വല്ലാത്ത ആനന്ദം ലഭിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ പേര് നിങ്ങൾ പിന്നെയും പിന്നെയും പറയാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു എന്ന് പറയുകയും സാധാരണ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തിക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വതക്ക ചെയ്യുകയും ചെയ്തു. കാരണം എന്താണ്, നമ്മൾ പ്രണയിക്കുന്ന ആളെ പേര് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാവും. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിൻ്റെ അന്ന് പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൻ്റെ ദീപം അത് കെട്ടുപോയി. എൻ്റെ ഹൃദയത്തിനൊരു പ്രകാശം ഉണ്ടായിരുന്നു, ആ പ്രകാശം കെട്ടുപോയി. അപ്പോൾ ആ പേര് കേൾക്കുക അത് വല്ലാത്തൊരു ആനന്ദമാണ്. എന്നതുപോലെ ആത്മാവിനിക്ക് സന്തോഷവും അതുപോലെ തന്നെ ആത്മാവിനിക്ക് ആഹ്ലാദവും കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഇസ്മ ഇങ്ങനെ എന്ത് ചെയ്യണം, ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് എത്രമാത്രം കൂടുതൽ പറയുന്നോ അത്രമാത്രം ആ ആത്മാവിനിക്ക് എന്തുണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതുകൊണ്ടാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്.
ദിക്റ് കൊണ്ട് മാത്രമാണ് എന്തുണ്ടാകുക, ഹൃദയത്തിനേക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്, ആ പ്രണയഭാചനത്തിൻ്റെ പേരിങ്ങനെ സദാസമയം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണമാർക്ക് ആത്മാവിനേക്ക്. അതിന് കുറവ് വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുക, പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുക. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മരണം എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ അസ്തിത്വം കൂടി ഇല്ലാതെ ആയാലേ അയാൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുള്ളൂ. അയാൾ ദുനിയാവിൽ നിന്ന് വേർപ്പെടണം, അയാളുടെ ഹൃദയം ദുനിയാവിൽ നിന്ന് വേർപ്പെടണം. ദുനിയാവിലെ സകല വസ്തുക്കളിൽ നിന്നും ഹൃദയം ഫാരിഗാകണം. എല്ലാത്തിനും തൊട്ടും അവൻ മറയണം. സ്വന്തം പോലും ഓർമ്മ വരാൻ പാടില്ല. സ്വന്തം പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഓർമ്മ വരാൻ പാടില്ല. ആ രൂപത്തിൽ സ്വയം ഇല്ലാതെയാകുമ്പോൾ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അള്ളാഹുവിനെ കാണാൻ കഴിയുള്ളൂ. കാരണം നമ്മളുണ്ടായിരിക്കെ നമുക്ക് ആരെ കാണാൻ കഴിയില്ല, അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. മനസ്സിലാണ്ടോ? നമ്മൾ തന്നെ ഇല്ലാതെയായി അള്ളാഹു മാത്രമാകുന്നൊരവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അള്ളാഹുവിനെ കാണാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമെന്ന് വിചാരിക്കണം. നമ്മൾ പോലും ഇല്ലാതെയാകുന്ന, ഇപ്പോൾ അവാരിഫുൽ മാരിഫ് എന്ന് പറയുന്നൊരു കിതാബുണ്ട് ഇമാം സുഹ്റവർദി തങ്ങൾക്ക്. അതിൽ പറയുന്നുണ്ടല്ലോ, നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി സ്വന്തം എരുത്ത് ആരാണ് എന്ന് അറിഞ്ഞാൽ ലാ തുഖ്ബലു സ്വലാത്തു, നിസ്കാരം സ്വീകരിക്കപ്പെടില്ല. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മളെ വലതു ഭാഗത്തോ ഇടതു ഭാഗത്തോ ഉള്ള ഒരു വ്യക്തിയെ അയാൾ ആരാണ് എന്ന് പോലും അയാൾക്കറിയാൻ പാടില്ല. അത്രമാത്രം അയാൾ എന്ത് ചെയ്യണം, എല്ലാത്തിൽ നിന്നും മറഞ്ഞ് ആ പ്രപഞ്ചനാഥൻ്റെ മുമ്പിലാണ് എന്നുള്ള ഓർമ്മയോടുകൂടെ നിൽക്കണം എന്നാണ് അവാരിഫുൽ മഹാരിഫിൽ പറയുന്നത്. അവിടെ തന്നെ ഒരു കഥ പറയുന്നുണ്ട് ഒരു മഹാനെക്കുറിച്ച്. മൂപ്പരെപ്പോഴും മഅ്മൂമായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മൂപ്പർ നിസ്കരിക്കുള്ളൂ. എത്ര പറഞ്ഞാലും മൂപ്പർ ആരാവൂല, ഇമാമായി നിൽക്കൂല. വലിയ സൂഫിയാണ്. അപ്പം ജനങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിസ്കരിക്കണം എന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. അവസാനം എല്ലാവരും കൂടി അയാളെ നിർബന്ധിച്ചിട്ട് എന്ത് ചെയ്തു, ഇമാമാക്കി നിർത്തി. അദ്ദേഹം അല്ലാഹു അക്ബർ എന്ന് പറയലോടുകൂടെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഹറ മയ്യിത്ത, അദ്ദേഹം മയ്യിത്തായിട്ട് എന്ത് ചെയ്തു. കാരണം ആ ഒരു നൃത്തം കഴിയൂല, അതൊരു വല്ലാത്തൊരു ഒരവസ്ഥയാണത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, മരണം എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊക്കെ പറയലുണ്ട്, ഒരാൾ മരിച്ചാൽ പറയും ഇപ്പം അയാൾക്ക് കുടുംബങ്ങളില്ല, മക്കളില്ല, അല്ലേ, എല്ലാം വിട്ടൊഴിഞ്ഞ് പോകുക എന്ന് പറയും. എല്ലാം വിട്ടൊഴിഞ്ഞാലേ അള്ളാനെ കാണാൻ കഴിയുള്ളൂ. എന്തിനാ അള്ളാഹു തആല അങ്ങനെ ഒരു പരിപാടിയാക്കിയത്? എല്ലാവരും ഒഴിവാക്കി ആരുമായും ബന്ധമില്ലാതെ ഒരു മണ്ണിൻ്റെ ഉള്ളിലൊരു മനുഷ്യനാക്കാനുള്ള കാരണം എന്താ? അയാൾക്ക് ഒന്നുമായിട്ടും ബന്ധം പാടില്ല. അള്ളാഹുവിനെ കാണണമെങ്കിൽ ഒരു വസ്തുവുമായിട്ട് മൂപ്പർക്ക് എന്ത് പാടില്ല, ബന്ധം പാടില്ല. അപ്പം ഏതൊരു മരണത്തിൻ്റെ പിന്നിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് രഹസ്യങ്ങൾ വെച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധമാണ്, ഖുർബ്. ഇപ്പം ഞാൻ ഇന്ന് നമ്മളെ മവാക്കിബുൽ ഹുബ്ബ് എന്ന് പറയുന്ന കിതാബിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരു സഹാബി ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്താണ് ഖദർ എന്ന് പറഞ്ഞാൽ? അത് ബഹറുൻ അമീഖുൻ, അതൊരാഴമുള്ള കടലാണ്. ബഹറുൻ അമീഖുൻ, അതൊരാഴമുള്ള കടലാണ്. ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തു പറയാൻ പാടില്ല. പിന്നെയും ചോദിക്കുന്നുണ്ട് എന്താണ് ഖദർ എന്ന്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, അതൊരിക്കൽ പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരു രഹസ്യമാണ് എന്നതുപോലെ നമ്മളും അള്ളാഹും തമ്മിലുള്ള ഒരു രഹസ്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറഞ്ഞത് നമ്മളും അള്ളാഹും തമ്മിലുള്ള രഹസ്യമാണ്, അല്ലേ? നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ആ ഒരു ഖുർബുണ്ടല്ലോ, അങ്ങനെ കണ്ടനാടിയേക്കാൾ അടുത്താണ്, ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്താണ്. അല്ല, ഞാൻ നിങ്ങളോട് എന്താണ് അന്നീ ഖരീബുൻ, ഞാൻ സമീപസ്ഥനാണെന്നൊക്കെ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ. ആ ഒരു ഖുർബാണ് ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യം. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ നിങ്ങൾ പറയുന്നുണ്ട്, ആ രഹസ്യം വെളിപ്പെടുന്ന ഒരു സമയം എന്ന് പറഞ്ഞത് അത് യൗമുൽ ഹുബ്ബാണ്, ഹുബിൻ്റെ ദിവസമാണ്. അല്ലാഹു തആല ഇതെൻ്റെ പ്രണയിനിയാണ് എന്ന് അല്ലാഹു തആല അംഗീകരിക്കുകയും നമുക്ക് സ്വമേധയാൽ അല്ലാഹു തആലാനെ നമ്മൾ പ്രണയിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് തോന്നുകയും ചെയ്യുന്നൊരു ദിവസം ഉണ്ടല്ലോ, അന്നേ നമ്മളും അല്ലാഹും തമ്മിലുള്ളതായ ആ ഒരു ഖുർബിൻ്റെ രഹസ്യം എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ നമുക്ക് എന്ത് ചെയ്യൂല, മനസ്സിലാവില്ല.
മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട്, നമ്മളൊക്കെ എപ്പോഴും പറയുന്നൊരു ഹദീസുണ്ട്, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ. അൽ മുഅ്മിനു, മുഅ്മിൻ എന്ന് പറയുന്നത് മുഅ്മിനായ മനുഷ്യൻ്റെ എന്താണ്, കണ്ണാടിയാണ്. ഒരു മുഅ്മിന് മറ്റൊരു മുഅ്മിനിൻ്റെ, പഴയ കാലത്ത് നമ്മൾ ചങ്ങാതി നന്നായ കണ്ണാടി വേണം എന്നൊക്കെ പറയലുണ്ടല്ലോ, അതൊന്നൊക്കെ ഇതിന്നൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നൊരു വിഷയമാണ്. ഒരു മുഅ്മിന് മറ്റൊരു മുഅ്മിനായ മനുഷ്യൻ്റെ കണ്ണാടിയാണ്. സത്യത്തിൽ അവിടെ അൽ മുഅ്മിൻ എന്ന് പറഞ്ഞത് ശരിക്കും ആരാണ്? അൽ മുഅ്മിൻ എന്ന് പറയുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ശരിക്ക് ഷെയ്ഖ് എന്ന് പറയുന്ന കണ്ണടയിലൂടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് അതിൽ നമുക്ക് ആരെ കാണാൻ കഴിയുള്ളൂ? അള്ളാഹുവിനെ കാണാൻ കഴിയുള്ളൂ. ഇപ്പം നിങ്ങളവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ എൻ്റെ കണ്ണട എടുത്തിട്ട് ഞാൻ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ എൻ്റെ കൃഷ്ണമണിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടേക്കാണ് നോക്കണം. മനസ്സിലാവുണ്ടോ? എന്നതുപോലെ നമ്മൾ ആ ഷെയ്ഖ് എന്ന് പറയുന്ന കണ്ണട വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നോക്കിയ റസൂലുള്ളാഹിന്റെ നോട്ടം എങ്ങോട്ടാണ്? അള്ളാഹുവിലേക്കാണ്. അപ്പം നമ്മൾ റസൂലുള്ളാഹിയിലൂടെ നമ്മൾക്ക് ആരെ കാണാൻ കഴിയും? അള്ളാഹുവിനെ കാണാൻ കഴിയും. ഇപ്പോൾ ഒരു കണ്ണാടി, നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന കണ്ണാടി, ആ കണ്ണാടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ കണ്ണാടി എന്ന് പറയുന്നത് എനിക്കൊരു ജിർമുണ്ട്, ഒരു തടിയുണ്ട്. അത് നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടോ? കണ്ണാടി എന്ന് പറഞ്ഞ സാധനം ഒരു തടിയല്ലേ അല്ലേ? തൊട്ടാൽ ജിർമ ജസദ് ഒരു എന്താ ജിസ്മല്ല സാധനം. പക്ഷെ നമ്മൾ ആ ജിസ്മ ആരെങ്കിലും കാണാം? കണ്ണാടിക്ക് പെടുന്ന കണ്ണാടിക്ക് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെയാണ് കാണുക. അവിടെ ആ ജിർമിനിക്ക് സ്ഥാനമല്ല. നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ആരെ മാത്രമേ കാണുള്ളൂ? അള്ളാഹുവിനെ മാത്രമേ കാണുള്ളൂ. പക്ഷെ അതിനെന്ത് വേണം? ഷെയ്ഖ് എന്ന കണ്ണട വെക്കാനുള്ള ഒരു കുവ്വത്ത് ഈ മുരീദ് ആർജിച്ചെടുക്കണം. മുരീദ് യഥാർത്ഥ മുരീദാകുമ്പോൾ മാത്രമേ ആ ഷെയ്ഖ് എന്ന കണ്ണട അവൻ്റെ മുമ്പിലേക്ക് വെക്കാനുള്ള അനുവാദം കിട്ടുള്ളൂ. എന്നിട്ട് ആ കണ്ണടയിലൂടെ നമ്മൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് ആരെ കാണാൻ കഴിയും? അള്ളാഹുവിനെ കാണാൻ കഴിയും. മനസ്സിലാവുണ്ടോ? അപ്പോൾ പല രഹസ്യങ്ങളും മഹാന്മാർ വെളിപ്പെടുത്താത്തതിൻ്റെ കാരണം എന്താണ്? ഒരു മനുഷ്യൻ്റെ മനസ്സിനത് ഉൾക്കൊള്ളാൻ കഴിയില്ല. മനുഷ്യ മനസ്സിന് എന്ത് ചെയ്യാൻ കഴിയില്ല? ഉൾക്കൊള്ളാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനിക്ക് ഗാർ സൗറിൽ വെച്ച് ബേജാറ് വരാൻ കാരണം എന്താ? റസൂലുള്ളാഹി അറിഞ്ഞതുപോലത്തെ അറിവ് ആർക്ക് കിട്ടിയിട്ടില്ല? സിദ്ദീഖ് തങ്ങൾ കിട്ടിയിട്ടില്ല. ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ എന്ന് പറയുന്നുണ്ട്. അള്ളാന്റെ റസൂൽ പറയുന്നുണ്ട്, സിദ്ദീഖേ മൂന്നാമനായി അള്ളാഹു നമ്മോട് കൂടെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അള്ളാന്റെ റസൂൽ നേരിട്ട് അത് അനുഭവത്തിലൂടെ കാണിച്ചു കൊടുത്തു. എന്ത്? അള്ളാഹു നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളത്. ഇപ്പം ഇതിലുള്ള എല്ലാവർക്കും അറിയാം അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ട് അല്ലേ? കണ്ട നാടിയേക്കാൾ അടുത്താണെന്നും ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്ത ആർക്കതിലും ആർക്കെങ്കിലും അറിയത്തിലുണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു വിഷയം വരുമ്പോൾ നമുക്ക് പേടി വരൂലേ? ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ബേജാറാകണ എന്താണ്? അനുഭവത്തിലൂടെ നമ്മളത് അറിയണില്ല എന്നുള്ളതാണ്. അനുഭവത്തിലൂടെ അറിഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനിക്ക് എന്ത് ചെയ്തത്? ആ ബോധ്യം, ഹൃദയബോധ്യം വന്നത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനിക്ക് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ കൊടുക്കുന്ന ആ ഒരു ഘട്ടം ബഹുമാനപ്പെട്ട അൻവാറുൽ ഖുദ്സിയ എന്ന് പറയുന്ന പഠന കിതാബ്, അൻവാറുൽ ഖുദ്സിയ എന്ന് പറയുന്ന കിതാബിൽ ഇമാം ഷാറാനി തങ്ങൾ പറയുന്നുണ്ട്, അതൊരു ഹൃദയ ബോധ്യമാണ്. ഏതും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മളിങ്ങനെ തവക്കുലാക്കുക, അള്ളാനെ തവക്കുലാക്കുക എന്നൊക്കെ വയർന്നു പറയാൻ നമുക്ക് നല്ല സുഖമാണ്. അള്ളാഹു താലാനെ എല്ലാം അള്ളാനെ ഏൽപ്പിക്കുക എന്നൊക്കെ പറയാൻ വയർന്നു പറയാൻ സുഖം. പക്ഷെ ഹൃദയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? അത് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടുത്താൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? ഒരു മുറബിയായ ഷെയ്ഖിന് മാത്രമേ അത് ഹൃദയത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിയുള്ളൂ. വേറൊരാൾക്കും അത് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. തവക്കുലുണ്ട് എന്ന് പറയാം, മഹാന്മാരെ തവക്കുലിൻ്റെ കഥകൾ പറയാം, തവക്കുലിൻ്റെ ആല മക്കാമിനെ കുറിച്ച് വിവരിക്കാം. പക്ഷെ അതൊക്കെ നമ്മൾ നാവ് കൊണ്ട് പറയാനേ പറ്റുള്ളൂ. ഹൃദയം കൊണ്ട് നമ്മൾ ആരും എന്ത് ചെയ്യണില്ല, അത് ഉൾക്കൊണ്ടിട്ടില്ല. അതിനെന്ത് വേണം? ഒരു മുറബിയായ ഷെയ്ഖ് ഉണ്ടായാൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങൾക്ക് എന്ത് ചെയ്തത്? ആ വിഷയം ബോധ്യപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അതൊരു ഏറ്റവും വലിയൊരു രഹസ്യമാണ്. അത് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഈ ലോകത്തിൻ്റെ പല രഹസ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അറിയാൻ കഴിയും. അങ്ങനത്തെ ആൾക്കാരെയാണ് ശരിക്കും ഔലിയാക്കൾ എന്തായിട്ട് കരുതുന്നുള്ളൂ,
മനുഷ്യന്മാരായിട്ട് കരുതുന്നുള്ളൂ. അൽ ഇൻസാൻ എന്ന് പറയുന്ന ആ ഒരു പട്ടികയിൽ അവർ പറയണത് ആരും ഒരു വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ആ ഒരു ദർജയ്ക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, എത്തിയിട്ടുള്ളൂ. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എത്താൻ കഴിഞ്ഞിട്ടില്ല. വിരലെണ്ണാന്ന് പറഞ്ഞാൽ ഈ 10-20 എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു കാറ്റഗറിയിലെ അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്തിട്ടുള്ളൂ, എത്തിയിട്ടുള്ളൂ. എല്ലാ കാലത്തും 1,24,000 ഔലിയാക്കൾ ലോകത്തുണ്ടാവുന്ന എല്ലാ സമയത്തും എന്തുണ്ടാവും, 1,24,000 ഔലിയാക്കൾ ഉണ്ടാവും. ഓലൊക്കെ ഇപ്പം ഇത് മനസ്സിലാക്കിയ ആൾക്കാർ തന്നെയല്ലേ, ഓലൊക്കെ നയിച്ചിട്ട് തന്നെയല്ലേ, ഓലൊക്കെ അധ്വാനിച്ചിട്ട് നേടിയത് തന്നെയല്ലേ. അല്ലേ, ഇപ്പം നമ്മൾ ഈ പെരിന്തൽമണ്ണക്കടുത്തുള്ള ഒരു മഹാനില്ലേ അല്ലേ, ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണ് കാണാത്ത അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ 66 അസ്മാഉൽ ഹുസ്ന ചൊല്ലും, ഇങ്ങോട്ട് പോരുമ്പോൾ 66 അസ്മാഉൽ ഹുസ്ന ചൊല്ലും. അന്ന് അദ്ദേഹം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അങ്ങോട്ട് പോകുമ്പോൾ 66 അസ്മാഉൽ ഹുസ്ന, ഇങ്ങോട്ട് വരുമ്പോഴും 66 അസ്മാഉൽ ഹുസ്ന. അപ്പം ഏതൊരാളും മുറബിയും തർക്കിയത്തിൻ്റെ ഷേഖും വലിയ ആരിഫൊക്കെ ആകണത് അധ്വാനത്തിലൂടെയാണ്, നന്നായി അധ്വാനിക്കുമ്പോഴാണ്. ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് നിന്ന് അമല് വാങ്ങി അതിൽ പൂർണ്ണമായി ഷെയ്ഖിന് സമർപ്പിച്ച് ഷെയ്ഖ് എന്താണോ പറയുന്നത് അതിലൂടെ മുന്നോട്ട് പോയി ജീവിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ രഹസ്യങ്ങൾ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുള്ളൂ, വെളിപ്പെടുള്ളൂ. അതുവരെ എന്ത് ചെയ്യൂല, വെളിപ്പെടൂല. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഷേഖാകുന്ന ഷംസുദ്ദീൻ തബ്രീസി തങ്ങളെ സ്നേഹിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാനും ഷംസുദ്ദീൻ തബ്രീസി ഒന്നാണ്. ബിദായത്തിൻ്റെ കാലത്ത് ഞാനും ഷംസുദ്ദീൻ തബ്രീസിയും ഒന്നാണ്. അവസാനം ഷെയ്ഖ് എന്താന്ന് മനസ്സിലായി, പറഞ്ഞ് നിർത്തുകയാണ്. ഷെയ്ഖ് എന്താന്ന് മനസ്സിലായപ്പോൾ ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനും തബ്രീസും ഒന്നല്ല, തബ്രീസ് ഒരു സമുദ്രവും ഞാനതിൻ്റെ തുള്ളിയുമാണ് എന്ന് സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു. ഷംസുദ്ദീൻ തബ്രീസ് ഒരു സാഗരവും ഞാൻ അതിൻ്റെ ഒരു തുള്ളിയുമാണ് എന്ന് അപ്പോഴാണ് എന്ത് ചെയ്തത്. അപ്പോൾ ആദ്യം ബിദായത്തിൻ്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞത് ഞാനും ഷംസും ഒന്നാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്, അല്ല ഷംസ് ഒരു സാഗരമാണ്, ഞാനതിൽ തുള്ളിയും. അപ്പോൾ നമ്മൾ ആ ഷെയ്ഖിൽ ഫന ആകുമ്പോൾ മാത്രമേ ഈ ലോകത്തിൻ്റെ രഹസ്യം നമ്മിലേക്ക് എന്ത് ചെയ്യുള്ളൂ, വെളിവാകുള്ളൂ. അതുകൊണ്ട് നമ്മൾ നല്ലോണം അധ്വാനിക്കുക. അള്ളാഹു വലിയ തൗഫീക്ക് തന്ന ആളുകളാണ് നമ്മൾ. ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഹിക്കമിലൊക്കെ പറയുന്നുണ്ട്, ഒരു മുറബ്ബിയായ ഷെയ്ഖിനെ ഒരാൾക്ക് കിട്ടുക എന്നുള്ളത് അത് വലിയ ഒരു തൗഫീക്കിൻ്റെ അടയാളമാണ്. ആ തൗഫീക്ക് ഒരു മനുഷ്യനുണ്ടായിട്ട് അത് കമാലിയത്തോടുകൂടെ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത് നമ്മുടെ പരാജയമാണ്. മഹാന്മാർ പറയുന്നുണ്ട്, ഒരു മുരീദിനെ അറിയാതെ ഷെയ്ഖ് തൻ്റെ പട്ടികയിൽ നിന്ന് എന്ത് ചെയ്യും, ഒഴിവാക്കും. ആ ഷെയ്ഖ് ആ ത്വരീഖത്തിൻ്റെ അമാലുകളിലും അല്ലെങ്കിൽ അതിൻ്റെ വഴികളിലും വല്ല അച്ചടക്കക്കേടും മതബുകേടും കാണിച്ചു കഴിഞ്ഞാൽ ആ മുരീദറിയാതെ അദ്ദേഹം വിചാരിക്കും ഞാൻ എപ്പോഴും ആ ഷെയ്ഖിൻ്റെ മുരീദാണ്, അദ്ദേഹമാണ് എന്നെ തർബിയത്ത് ചെയ്യുന്നത്, അദ്ദേഹം മനസ്സിലാക്കും. എന്നാൽ അങ്ങനെയല്ല, അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന് അതിന് എന്ത് ചെയ്യും, ഒഴിവാക്കും. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ സ്വഹാബത്തിനോട് ചോദിച്ചില്ലേ മൽ മുഫ്ലിസ്, അല്ലേ ആരാണ് പാപ്പർ എന്ന് പറഞ്ഞ ആൾക്കാർ. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, അത് ദീനാരും ദുർഹമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് നബിയെ. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ദീനാരും ദുർഹമും ഇല്ലാത്തോലല്ല, നാളെ പരലോകത്ത് ഒരുപാട് അമലുകൾ ഉണ്ട് എന്ന് വിചാരിച്ച് പരലോകത്ത് വരും. അവിടെ വരുമ്പോഴേക്കാരം അയാളെ കുറ്റം പറഞ്ഞത് 10% അയാൾക്ക് കൊടുക്കേണ്ടി വരും, 10% ഇയാൾക്ക് കൊടുക്കേണ്ടി വരും, 20% വേറെ ആൾക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ട് പിന്നെ അയാളത് ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല, നമ്മൾ ആരെയാണോ നമ്മൾ ചീത്ത പറഞ്ഞത്, കുറ്റം പറഞ്ഞത്, ഓരോ തിന്മകളൊക്കെ നമുക്ക് ഇങ്ങോട്ട് തരും ചെയ്യും. അവരല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ പാപ്പർ, അല്ലേ? നമ്മൾ വലിയ ഷെയ്ഖിൻ്റെ മുരീദന്മാരാണ് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുക. എന്നിട്ട് ആ ത്വരീഖത്തിൻ്റെ അതിൻ്റെ അമാലുകളോടും അതിൻ്റെ ഷുറൂത്തുകളോടും അതിനോടുള്ള ഒരു പ്രതിബദ്ധതയും കാണിക്കാതെ മുന്നോട്ട് പോയാൽ നമ്മൾ വിചാരിക്കും നമ്മൾ നാളെ അഹ്മദ് തിജാനി തങ്ങളുടെ കൂടിൻ്റെ കീഴിലായിരിക്കുന്നു. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മളാരും വലിയവരല്ല, ഞാനടക്കം ആരും നമ്മൾ എന്ത് ചെയ്യല്ല, വലിയവരല്ല. ഏത് സമയവും നമ്മളതിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ ഇഖ്വാനികളും ഒക്കെ അഹ്മദ് തിജാനി തങ്ങളുടെ മുരീദന്മാരാണ്.
നമ്മൾ ഒരു വലിയ ആൾക്കാരും ഓല് നമ്മളെക്കാൾ ചെറിയ ആൾക്കാരും അങ്ങനെ മശായിഖന്മാർ പറഞ്ഞിട്ടില്ല, സ്വലാഹുദ്ദീൻ തങ്ങളും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കിതാബിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, തിജാനി ത്വരീഖത്തിൽപ്പെട്ട ചില ആളുകൾ ഞങ്ങളെ ഷെയ്ഖാണ് വലുത്, ഞങ്ങളിതിലൂടെ മാത്രമേ ഫത്തുഹുള്ളൂ, ഞങ്ങളിതിലാണ് കൂടുതൽ ഫത്തുഹ് എന്ന് നടിക്കുന്ന ചില ആളുകളുണ്ട്. അത് അഹമ്മദ് തിജാനി തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. എല്ലാവരെയും ഷെയ്ഖ് ആര് മാത്രമാണ്? അഹമ്മദ് തിജാനി തങ്ങൾ മാത്രമാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുക. നമ്മളൊരിക്കലും വലിയവരാണെന്നുള്ള ചിന്തയല്ല വേണ്ടത്, നമ്മളാണ് ഏറ്റവും ചെറുത് എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വലിയ മക്കാമിലേക്ക് എത്താൻ കഴിയും. മൻ തവാളഅ റഫഅഹുല്ലാ. നമ്മൾ വിനയം കാണിച്ച അല്ലാഹു തആല നമ്മൾ ഉയർത്തും. അല്ലാഹു തആല നമ്മളെ മശായിഖന്മാരെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി തങ്ങളെ തഹത്തിലായി ഖദമിലായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.